ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു ബുള്ളറ്റ് ജേർണൽ സെറ്റപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ബുള്ളറ്റ് ജേർണൽ എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ജേർണലാണ് ബുള്ളറ്റ് ജേർണൽ. ഇയർലി വൈസാണ് നമ്മൾ ബുള്ളറ്റ് ജേർണലിംഗ് ഒക്കെ ചെയ്യാറ്. അപ്പോൾ എന്തായാലും പുതിയ വർഷമൊക്കെ വരികയല്ലേ, അപ്പോൾ എൻ്റെ ബുള്ളറ്റ് ജേർണൽ സെറ്റപ്പ് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ ഒരു ജേർണലാണ് ഞാൻ ബുള്ളറ്റ് ജേർണലിങ്ങിന് ഉപയോഗിക്കുന്നത്. പുതിയതായിട്ട് വാങ്ങിയതാണ് കേട്ടോ. 3 ഇൻഡെക്സ് പേജ് വരുന്നുണ്ട്, പിന്നെ ഇതുപോലത്തെ 3 റിബൺ വരുന്നുണ്ട് ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു ഡോട്ടഡ് ബുള്ളറ്റ് ജേർണലാണ്, ഞാൻ എല്ലാ പ്രാവശ്യവും അതിനെ യൂസ് ചെയ്യാറ്. പിന്നെ ഈ ജേർണലിൽ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളെ ബുക്ക് എഴുതി വെക്കാനുള്ള സ്ഥലം, പ്ലേസസ്, കോണ്ടാക്ട്സ്, പിന്നെ ലാസ്റ്റ് ഒരു പോക്കറ്റും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണ്ടവരെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ ഞാനിങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് ഏതൊക്കെ പേജസ് വേണം, എന്തൊക്കെ വേണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അതിൽ എഴുതി വയ്ക്കും, ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഓരോ പേജിലും ഞാൻ എന്തൊക്കെ വേണം എന്നുള്ളത് ആ പേപ്പർ നോക്കിയിട്ട് ഇങ്ങനെ എഴുതി വയ്ക്കും കേട്ടോ. പെൻസിൽ കൊണ്ടാണ് എഴുതുക, എന്നിട്ട് അത് എറേസ് ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കവർ പേജാണ് ഇപ്പോൾ റെഡി ആക്കുന്നത്. ഞാൻ ഈ ഒരു തീമിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പേസ്റ്റൽ കവായി ആ ഒരു തീമിൽ 2025 എഴുതിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയിൽ ഞാൻ ഇങ്ങനെ ഒരു ഐ ഹാവ് ദ പവർ ടു ക്രിയേറ്റ് ദ ലൈഫ് ഐ ഡിസയർ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒരു അഫർമേഷൻ പോലെ. ഇനി അടുത്ത പേജിൽ ഈ ഒരു സൈഡിലായിട്ടൊരു പോക്കറ്റ് കീപ്പ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ പ്രാവശ്യവും ഒരു മിഡ് ഇയർ ഒക്കെ ആകുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യാനുണ്ടാവും ഈ ഒരു ജേർണലിനകത്ത്, എന്തെങ്കിലും പേപ്പർ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും. പക്ഷേ അതൊന്നും സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോക്കറ്റ് ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യം വേറൊരു സംഭവം കൂടി ഞാൻ പുതുതായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ലെറ്റർ ഞാൻ ഫ്യൂച്ചറിലത്തെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതുന്നുണ്ട്. അത് ഞാൻ ഈ ഒരു എൻവലപ്പിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഈ ഒരു പോക്കറ്റിൽ തന്നെയാണ് അത് സൂക്ഷിക്കാനും വിചാരിക്കുന്നത്. ഇനി അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ ഈ കത്ത് പൊട്ടിച്ച് വായിക്കും കേട്ടോ. അപ്പോൾ നല്ല രസമായിരിക്കും. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എനിക്ക് കുറച്ച് ഗോൾസൊക്കെ ഉണ്ട് അടുത്ത വർഷത്തേക്ക്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഈ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഗ്രോത്തും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ബുള്ളറ്റ് ജേർണലിംഗ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു സംഭവം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുമോ. ഓക്കെ, അപ്പോൾ ഈ പോക്കറ്റ് ഞാൻ ഇപ്പോൾ ഒട്ടിക്കുന്നില്ല, എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ ഒട്ടിക്കുന്നുള്ളൂ. കാരണം ഇനിയും വരയ്ക്കാനും ഒട്ടിക്കാനൊക്കെ കുറേ വരുന്നുണ്ട്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒട്ടിക്കുന്നുള്ളൂ. ഇനി അടുത്തത് ഗോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജ് ആട്ടോ. അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറേ ഗോൾസ് ഉണ്ട് ഈ വർഷത്തേക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേജ്. അപ്പോൾ പേഴ്സണലായിട്ടുള്ളത് മൈൻഡിലേക്ക്, കോഴ്സ്, കരിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പേജ് ഇങ്ങനൊരു കലണ്ടർ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സാധനം. ഞാൻ എല്ലാ പ്രാവശ്യവും വരയ്ക്കാറാണ്, പക്ഷെ എനിക്കിപ്പോൾ അതിനുള്ള ക്ഷമയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം പ്രിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണ് കേട്ടോ. ഡോംസിൻ്റെ പേസ്റ്റൽ ബ്രഷ് പെൻസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അത് വേണ്ടവരൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു തീമിലാണ് ഞാൻ മൊത്തം സെറ്റപ്പ് ഒന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണ്ടവർ അതും ഒന്ന് ചെക്ക് ചെയ്യും. ഇനി 2025 എന്നുള്ള ഒരു സാധനം അവിടെ കലണ്ടറിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഒരു ഫ്യൂച്ചർ ലോഗാണ്. ഫ്യൂച്ചർ ലോഗ് എനിക്ക് ഒരുപാടൊന്നും വേണ്ട, അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ചെറിയ ബോക്സസ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് ബർത്ത്ഡേയ്സ്, വരാനിരിക്കുന്ന ഇവൻറ്റിൻ്റെ ഡേറ്റ്സ് അങ്ങനെയൊക്കെയാണ് എഴുതി കൊടുക്കുക. ഇത് ഞാൻ ഫേബർ കാസലിൻ്റെ കളർ പെൻസ് ഉപയോഗിച്ചിട്ടാട്ടോ ഈ കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ ഞാൻ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക, അതും ഞാൻ കൊടുത്തേക്കാം. ഇനി അടുത്തതൊരു വിഷൻ ബോർഡാട്ടോ. വിഷൻ ബോർഡ് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം അതും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രീം ലൈഫ് എങ്ങനെയായിരിക്കണം അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കുറച്ച് പിക്ചേഴ്സ് എടുത്തിട്ട് ഒരു കൊളാഷ് പോലെ ഒട്ടിക്കാം. അതാണ് സംഭവം. ഇത് ഭയങ്കര മോട്ടിവേഷൻ തരും, ഇത് ഭയങ്കര മാനിഫെസ്റ്റേഷൻ അങ്ങനെയൊക്കെ സംഭവമാണ്. അതിനാണ് എല്ലാവരും പറയുന്നത്. അപ്പം ഞാനും ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് മോട്ടിവേഷനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് അതിൻ്റെ പ്ലേസിൽ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പേജായിരുന്നു കേട്ടോ എൻ്റെ ജേർണലിൽ. ഇനി മൂവിങ് ഓൺ, നെക്സ്റ്റ് പേജിൽ ഞാൻ ഇയർ ഇൻ പിക്സൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മൊത്തം വർഷം എങ്ങനെയാണ് എന്നുള്ളൊരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഹാപ്പി ആയിരുന്നോ, എത്ര ദിവസങ്ങൾ നമ്മൾ സാഡായിട്ടിരുന്നിട്ടുണ്ട്, എത്ര ദിവസം നമ്മൾ ഹാപ്പി ആയിരുന്നിട്ടുണ്ട് എന്നുള്ള അറിയാനൊക്കെ ഒരു സംഭവം, ഒരു പേജ്. നെക്സ്റ്റ് നമ്മുടെ പീരിയഡ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജ്. അവിടെയും ഇവിടെയും കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊരു വാഷി ടൈപ്പാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു പ്രിൻ്റ് എടുത്തിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ പേജും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, ഭയങ്കര പിൻട്രസ്റ്റി ഫീലായിരുന്നു കേട്ടോ. ഇനി അടുത്തത് പ്ലേലിസ്റ്റ് പേജ് കേട്ടോ, നമ്മുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. ഇത് ഈ നടുവിൽ ഇങ്ങനെ വരച്ചിട്ട് ചുറ്റും പാട്ടുകൾ എഴുതാനാണ് പ്ലാൻ.
ഞാൻ ഒരുപാട് ഷോസും മൂവീസൊക്കെ കാണുന്ന ആളാണ് കേട്ടോ. ബുക്കും കുറേ വായിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേജ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഷോസും ബുക്സും മൂവീസൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അതിൻ്റെ റേറ്റിംഗൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേജ്. ബ്രഷ് പെൻ ഉപയോഗിച്ചപ്പോൾ ചെറുതായിട്ട് ബ്ലീഡ് ചെയ്തിട്ട് അപ്പുറത്തെ പേജിലേക്കൊക്കെ കാണുന്നത് തോന്നിയതുകൊണ്ട് ഞാൻ പെൻസിലാണ് ഉപയോഗിക്കുന്നത്, കളർ പെൻസിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പേജ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് തിങ്സ് ടു ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പലരും നമുക്കിങ്ങനെ സജസ്റ്റ് ചെയ്യുമല്ലോ, ഈ ബുക്ക് വായിച്ചു നോക്കൂ, ഈ ഷോ കണ്ടോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാനാണ് ഈ ഒരു പേജ്. ഇനി അടുത്തത് സേവിങ്സിന് വേണ്ടിയിട്ടുള്ളൊരു പേജാണ് കേട്ടോ. എനിക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ പൈസ വേണമല്ലോ. അപ്പോൾ അതിനൊക്കെ ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേജ്. അപ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്ത് വെക്കാം എത്ര നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ. ബുള്ളറ്റ് ജേർണൽ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു മടുപ്പ് വരും. എനിക്ക് മുന്നേയൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനൊക്കെ വരച്ചിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഭയങ്കര ഒരു മടി വന്നിട്ടുണ്ട്. കാരണം ബുള്ളറ്റ് ജേർണൽ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഹാപ്പിയൊന്നും ആയിരിക്കില്ല. നമുക്ക് പല ദിവസങ്ങളും പല ടൈപ്പിലുള്ള ദിവസങ്ങളൊക്കെ വരും. അപ്പം അന്നൊക്കെ നമുക്ക് ഇത് ചെയ്യണം, കാരണം ഇത് ഡെയിലി ചെയ്യേണ്ട ഒരു സംഭവമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡിസൈനൊക്കെ നിങ്ങൾ വരയ്ക്കുക. ഇനി അടുത്തത് നമ്മൾ യൂട്യൂബിൻ്റെ വീഡിയോ ഐഡിയാസ് എഴുതാൻ വേണ്ടിയിട്ടൊരു പേജ് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ട്രാക്ക് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള വേറൊരു പേജും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബുള്ളറ്റ് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓരോ പേഴ്സണും ഓരോ ബേസിക് നീഡ്സ് ഉണ്ടാവുമല്ലോ, ഇന്ന കാര്യങ്ങൾ. അപ്പോൾ അത് മാത്രം ഉള്ളൊരു ബുള്ളറ്റ് ജേർണലിംഗ് സ്റ്റാർട്ടാക്കുക. പിന്നെ ഈ ശീലത്തിനോടൊന്ന് ഫെമിലറൈസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി അടുത്തത് ഓരോ മന്തിലും ഓരോ ഫേവറേറ്റ് മൊമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിക്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് എൻവലപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേജാണ് കേട്ടോ. ഈ എൻവലപ്പിൽ എനിക്ക് പിക്ചേഴ്സൊക്കെ സൂക്ഷിക്കാമല്ലോ. ഇനി അടുത്ത് ഡെയിലി റൂട്ടീനും സ്കിൻ കെയറും എഴുതി വെക്കാനായിട്ടുള്ളൊരു പേജാണ്. അപ്പോൾ ഇതോടെ ഇയർലി പ്ലാനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ മന്ത്ലി നമ്മളിങ്ങനെ ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്യും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാനിങ്ങനെ ആ ഒരു ടൈം ആകുമ്പോൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ഇത് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് എന്തായാലും ഷെയറും ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മൊത്തത്തിലുള്ളൊരു ഫ്ലിപ്പ് ത്രൂ കണ്ടാലോ ഈ ഒരു സംഭവത്തിൻ്റെ.